ലോക ചർച്ച തന്നെ ഇപ്പോൾ സുനിത വില്യംസിനെ പറ്റിയാണ്, ലേഡി സൂപ്പർ സ്റ്റാർ. ശരിക്കും എന്താ പറയുക, ഈ ഒരു പ്രായത്തിലും ഇത്രയും ദിവസം ഈ ബഹിരാകാശത്ത് കഴിയുകയും തിരിച്ചു വരികയും ചെയ്ത ആ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പം സ്ത്രീകൾക്ക് തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന, ചരിത്രത്താളുകളിൽ എഴുതാൻ പറ്റുന്ന ഒരു പേര് തന്നെയാണ് സുനിത വില്യംസ്. ഒരുപാട് കമൻറ്റുകളും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എക്സ് ഫുള്ള് കൈയടക്കിയിരിക്കുന്ന മലയാളികളാണ്. മലയാളികളുടെ കമൻറ്റുകളാണ് ഏറ്റവും അധികം രസകരമായിട്ടുള്ളത്. വളരെ രസകരമായിട്ടുള്ള, ഒരുപാട് സപ്പോർട്ടിംഗ് ആയിട്ട് വന്നിരിക്കുന്ന മലയാളികളാണ്. ഇന്ത്യൻ വംശജ എന്ന പേരിൽ നമുക്ക് അഭിമാനിക്കാം. ഇതിനൊപ്പം തന്നെ എന്താ വിശ്വാസവും ശാസ്ത്രവും ഒക്കെ കൂടിച്ചേർന്നിട്ടുള്ള ചില കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. സാറിന് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളത്? വലിയൊരു അത്ഭുതം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വലിയ അത്ഭുതം തന്നെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതൊരു സ്ത്രീയാണെന്നുള്ളത്, ഒരു സ്ത്രീക്ക് ഇങ്ങനെയൊക്കെ കഴിയുമെന്നുള്ളത് ലോകമാകമാനമുള്ള വനിതകളെ തീർച്ചയായിട്ടും എംപവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. തങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. 400 ദിവസം എവിടെയാണ് ചെലവഴിച്ചത്? സ്പേസ് സ്റ്റേഷനിൽ. നമ്മുടെ വെടിയുണ്ടയുടെ വേഗം എന്ന് പറയുന്നത് 6000 കിലോമീറ്ററാണ് ഒരു മണിക്കൂർ. ഇവർ സഞ്ചരിച്ചത്, ഈ 400 ദിവസം ഇവർ സഞ്ചരിച്ച വേഗം അതിൻ്റെ 5 ഇരട്ടി, 28,800 കിലോമീറ്റർ വേഗത്തിലാണ് ഭൂമിക്ക് ചുറ്റും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരുന്നത്. പലപ്പോഴും നമ്മൾ കണ്ടു കാണും, അറിയാതെ ആകാശത്തിലേക്ക് നമ്മളിങ്ങനെ അലസമായിട്ട് നോക്കുമ്പോൾ പലപ്പോഴും കണ്ടിരിക്കാം. കാരണം പലവട്ടം ഭൂമിക്ക് ചുറ്റും ഇവർ സഞ്ചരിച്ചിട്ടുണ്ട്. ഓരോ ദിവസവും ഇവർ കാണുന്ന 16 സൂര്യോദയങ്ങളും 16 സൂര്യാസ്തമനങ്ങളും കണ്ടു ഇങ്ങനെ സഞ്ചരിക്കുന്നത്. അങ്ങനെ സഞ്ചരിക്കുന്ന ആ പേടകം ഒരു നക്ഷത്രം പോലെ നമ്മൾ പലപ്പോഴും കണ്ടിരിക്കാം. നമ്മൾ അലസമായിട്ടത് കണ്ടില്ല, അല്ലെങ്കിൽ കണ്ടു ഒരു നക്ഷത്രമായിരിക്കാം എന്ന് വിചാരിച്ച് പോന്നിരിക്കാം. അകലെ ആകാശ പനിനീർ പൂന്തോപ്പിൽ അലസ നേത്രയാം ശശിലേഖ എന്ന് പറയുന്നത് നമ്മൾ അലസമായി നോക്കുമ്പോൾ അവരനുഭവിക്കുന്ന സന്തോഷവും, അതുപോലെ തന്നെ ജീവന് വേണ്ടിയിട്ടുള്ള, ജീവൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു യുദ്ധവും കൂടിയാണ് നടത്തുന്നത്. എന്തെന്ന് വെച്ചാൽ ആ സ്പേസിൽ ഭൂഗുരുത്വ ആകർഷണം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് എന്തില്ല? ഭാരമില്ല. സീറോ ഗ്രാവിറ്റിയാണ്. സീറോ ഗ്രാവിറ്റിയിൽ നമുക്ക് ഭാരമേ ഇല്ല. പറന്നു നടക്കുന്ന ഒരു അപ്പൂപ്പൻ താടിയുടെ ഭാരം പോലും നമുക്കില്ല. അതിൻ്റെ ഫലമായിട്ട് നമ്മൾ കാലൊന്നും എടുത്തു വെച്ചാൽ നമ്മൾ നിലത്തു നിൽക്കുകയല്ല ചെയ്യുന്നത്, വായിൽ കൂടി ഈ പറഞ്ഞ അപ്പൂപ്പൻ താടി പോലെ അല്ലെങ്കിൽ പഞ്ഞി പോലെ പറക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെ വലിയ ഒരു നമ്മുടെ ഈ പ്രഭാത കൃത്യങ്ങൾ നമ്മൾ പറയും. അവിടെ പ്രഭാതമില്ല, പ്രദോഷമില്ല. കാരണം രണ്ടിനും ഇടയ്ക്കുള്ള അളവ് വളരെ കുറവാണല്ലോ. ആ പ്രഭാത കൃത്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്തൊരു സാഹസമാണ് അവർക്ക് ചെയ്യേണ്ടി വരിക. കാരണം അതിനകത്ത് അതാ ഞാനിപ്പോൾ ജസ്റ്റ് നോക്കിയത് അതാണ്. കാരണം ഈ ബഹിരാകാശ ആ ഒരു നിലയത്തിൽ എത്രയോ ബസ്സുകൾ അടുക്കി വെച്ചേക്കുന്ന തരത്തിലുള്ള ഒരു ഇതാണ്. എനിക്കൊന്ന് ബക്കിംഗ്ഹാം പാലസോ അതുമായിട്ട് എങ്ങാണ്ട് അത്രയെങ്ങാണ്ട് ഒരു അമേരിക്കയിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിനോളം ഒപ്പം വലിപ്പമുള്ളതാണ്. ചില സമയങ്ങളിൽ പരസ്പരം കാണുന്നത് തന്നെ ഒരു ദിവസത്തിന്റെ പകുതി ദിവസങ്ങൾ പോലും ഈ യാത്രികർ പരസ്പരം കാണാറില്ല എന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അവരവരുടെ പണികളിൽ ഏർപ്പെടുക. രാവിലെ 6:30 ഇവരൊക്കെ എഴുന്നേൽക്കുന്നത്. എഴുന്നേറ്റ് തുടങ്ങുന്ന പണിക്ക് ശരിക്കും ഇവർക്ക് ഒരു 5 മിനിറ്റ് പോലും അലസമായി ഇരിക്കാൻ തോന്നില്ല. കാരണം അവിടെ പ്രത്യേകിച്ച് കാണാനില്ല. അവർക്ക് ഒരു എന്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ പുറത്തേക്കൊന്ന് നോക്കുന്ന നക്ഷത്രങ്ങളെ കാണാം, ഭൂമിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ. ചിലവര് എന്താ പറയുക, എന്തെങ്കിലും എഴുതി വെക്കും, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുന്ന കുറച്ച് സമയം എന്താണ് ഫാമിലി ആയിട്ട് ഒരു കമ്പ്യൂട്ടർ വഴി ചാറ്റ് ചെയ്യുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത്. അല്ലാതെ അവർക്ക് ഫുൾ ടൈം അവിടെ വർക്കാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ശരിക്കും നമ്മൾ ആ ബഹിരാകാശ നിലയത്തിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. ഈ ഒരു ചെറിയ സ്പേസ്, ഒരു ബസ്സിൽ കയറുന്ന ഒരു സ്പേസിലൂടെയാണ് അവർ പറക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് തന്നെ ഒരു വീട്ടിൽ ഒരു ക്വാറന്റൈൻ പോലെ വരുമ്പോൾ ഉണ്ടാവുന്ന മാനസിക സംഘർഷങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. ഇവരുടെ ആഹാര രീതികൾ ഇവർക്ക് അതേപോലെ തന്നെ അറിയാലോ. ഈ ഒരു ഗ്രാവിറ്റിയിൽ നിന്നും സീറോ ഗ്രാവിറ്റിയിൽ അല്ലേ, സീറോ ഗ്രാവിറ്റിയിലേക്ക് പോകുമ്പോൾ ശരീരത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ
ശരിക്കും ഇതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ അതിശയമാണ്. ബഹിരാകാശ നിലയത്തെ പറ്റി നമുക്ക് കേൾക്കുമ്പോൾ നമ്മൾ എത്ര കേട്ടാലും മതി വരാത്ത, പണ്ട് പറയുന്നത് പോലെ കടലും മറ്റേ ആനയൊക്കെ കണ്ടാലും നമുക്ക് എത്ര മതി വരത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഇപ്പോൾ ബഹിരാകാശ നിലയത്തെ പറ്റി കേൾക്കാൻ ആളുകൾക്ക് ജിജ്ഞാസ വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് കഥകളും അതിന് തൊങ്ങൽ വെച്ചും അല്ലാതെയൊക്കെ ഒരുപാട് എഴുത്തുകൂത്തുകളൊക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട്. അത് ഭയങ്കര രസം. ഞാൻ അതിൽ നിന്ന് വായിച്ചെടുത്ത കുറേ കാര്യങ്ങൾ, അതേപോലെ തന്നെ ഇവരുടെ ആഹാര രീതികൾ. സ്പേസ് വർഷത്തിൽ ഒരു വർഷത്തിൽ ഒരു വട്ടം ഇങ്ങനെ ആഹാരം കൊടുത്തുവിടും അവർക്ക് ഇഷ്ടമുള്ള. ജപ്പാൻ ഇങ്ങനെ 4 രാജ്യങ്ങളുടെ സ്പേസ് സ്റ്റേഷനുകളായിട്ടാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ കൊണ്ടുവരും. അതൊരു ഇതിനകത്തായിരിക്കും. അവർ കുടിക്കുന്ന പാനീയങ്ങൾ തന്നെ പൊടി രൂപത്തിലുള്ളത് ഇതാണ് കുടിക്കുന്നത്. അതുപോലെ തന്നെ വെള്ളം തന്നെ അവരുടെ മൂത്രം ശുദ്ധീകരിച്ച വെള്ളമാണ് അവർ കുടിക്കുന്നത്. അതേപോലെ തന്നെ അവർ കുളിക്കുക എന്നുള്ളത് പറയുന്നത് ചെറിയ സോപ്പിക് ടൈപ്പുള്ള ചില ലിക്വിഡ് ഉപയോഗിച്ചാണ് ചെറുതായിട്ട് അവർ വാഷ് ചെയ്യുന്നത്. ഇവരുടെ വസ്ത്രങ്ങൾ തന്നെ ഇതേപോലെ ഒരു ബഹിരാകാശ നിലയത്തിൽ പോയ ശാസ്ത്രജ്ഞൻ പറഞ്ഞത് 3 മാസത്തോളം അദ്ദേഹത്തിന്റെ പാന്റ് മാറ്റിയില്ല എന്നതാണ്. കുഴപ്പമില്ല, ബാക്ടീരിയയുടെ സാന്നിധ്യം അവിടെ വളരെ കുറവാണ്. പക്ഷെ എന്നാലും അവർക്ക് അതിലൊരു ദൂഷ്യം വരുന്നത് ഇവരുടെ വേർപ്പ് പുറത്തേക്ക് പോകത്തില്ല. കാരണം അറിയാലോ, ഈ ഗ്രാവിറ്റി വരുമ്പോൾ നമ്മൾ ഒന്നി കുടയുമ്പോഴാണ് ഈ വേർപ്പ്, അങ്ങനെ കുടയാൻ പറ്റത്തില്ല. അവിടെ പിന്നീട് അണുവികരണം ഉണ്ടാവാൻ സാധ്യത. അപ്പൊ ഇത് കുടയാൻ പറ്റില്ല. എനിക്കൊരു സംശയമുണ്ട്, വേർപ്പ് അവിടെ ഉണ്ടാവും, വേർപ്പുണ്ടാവും, ഭയങ്കര ഉഷ്ണമാണെന്നാണ് പറയുന്നത്. അതെ, നന്നായിട്ട് വേർക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇവരുടെ ഡ്രസ്സിൽ ഈ ഒരു വേർപ്പിന്റെ ഇത് വരും. ഡ്രസ്സുകൾ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാവും. സ്ത്രീകളാകുമ്പോൾ അറിയാലോ, മാസമുറ പോലുള്ള ചില കാര്യങ്ങളുണ്ടാവും. അതിൻ്റെ വേസ്റ്റ് ഡിസ്പോസൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പോൾ ഇതിനെയൊക്കെ മറികടക്കുക, പ്രത്യേകിച്ച് ഒരു സ്ത്രീക്ക് മറികടക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സംഗതി തന്നെയാണ്. ഈ ശരീരപേശികളെ വലിക്കും, കാരണം എല്ലുകൾ വലിയും, മുടികൾ, നമ്മുടെ രോമങ്ങൾ നന്നായിട്ട് വളരും. അതേപോലെ തന്നെ നമ്മളുടെ ഫുൾ ഉണ്ടാകുന്ന ഓരോ ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ഇതിനകത്തുണ്ടാകുന്ന കണ്ടീഷൻസ് എല്ലാം മാറുകയാണ് ചെയ്യുന്നത്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് അവരവിടെ നിൽക്കുന്നത്. ഇവർ കിടക്കുക എന്ന് പറയാൻ കിടക്കാൻ പറ്റില്ല. ചെറിയൊരു ബെഡ് ഇത് മാത്രമേ ഉള്ളൂ, നമുക്കതിൽ കാണാം. ചെറിയൊരു പോർഷൻ മാത്രമാണ് അവർ കിടക്കുന്നത്. അപ്പോൾ ഇവരുടെ ഇതിനെ പറ്റി ഞാനൊരു ഫേസ്ബുക്കിൽ കണ്ടതാണ് കുറേ കാര്യങ്ങൾ. ഇവരുടെ ഇതിനെ പറ്റി ഒരു ലേഖനം ഞാൻ കണ്ടതിൽ നിന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഏകദേശം 400 കിലോമീറ്റർ ദൂരത്താണ് ഇവർ നിൽക്കുന്നത്. 400 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറയുമ്പോഴും നമ്മുടെ ഭൂമിയിൽ നിന്ന് എത്രയോ കിലോമീറ്റർ ദൂരെയാണ് നമ്മൾ ഇവിടുന്ന് 400 കിലോമീറ്റർ ഒന്നും ചിന്തിച്ചു. ഡൽഹി ഇതെന്ന് പറയുമ്പോൾ ഇവിടുന്ന് ആകാശത്തോട്ടുള്ള ദൂരം നമ്മളൊന്നും ചിന്തിക്കുന്നില്ല. അതെ, വിമാനത്തിനേക്കാൾ ഉയരത്തിലാണ്. അതെ, അത് തീർച്ചയായിട്ടും അതിനേക്കാൾ ഉയരത്തിലാണ്. പിന്നെ അതേപോലെ തന്നെ ഇവരുടെ ബാത്റൂം എന്ന് പറയുന്ന ഒരു ചെറിയ അറയാണ്. അതിന്റെ മാലിന്യ അവശിഷ്ടങ്ങളൊക്കെ ഉന്നത മർദ്ദം ഉപയോഗിച്ച് ഇവർ സക്ക് ചെയ്തെടുക്കുകയും ചെയ്യുന്നത്. ഒരു സെഷൻ സംവിധാനം ഉപയോഗിച്ച് സക്ക് ചെയ്തെടുക്കുക. അതെ. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിന്റെ വലിപ്പമോ അല്ലെങ്കിൽ അമേരിക്കയിലെ ഫുട്ബോൾ മൈതാനത്തിന്റെ വലിപ്പമാണ് ഇതിനകത്തുള്ളത്. 2012-13 35 മിഷനിൽ പങ്കെടുത്ത കാനഡയിലെ ഒരു ബഹിരാകാശ യാത്രികന്റെ ഒരു കുറിപ്പാണ് ഞാൻ എനിക്ക് മനസ്സിലായ കുറേ കാര്യങ്ങൾ. അപ്പോൾ എത്രയെന്ന് പറഞ്ഞാലും ഈ ശാസ്ത്രം തന്നെയാണ്. എന്നാലും നമ്മൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇത്രയും മൈൽ ദൂരം കാണുന്നത് ശൂന്യതയാണ്. അപ്പം ഒരു ഭയം ഒന്നും ഇവർക്കില്ല. എന്നിരുന്നാലും ഇത്രയും ദിവസങ്ങൾ, ഇത്ര സമയം കഴിഞ്ഞ് നമുക്ക് ഭൂമിയിൽ എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നൊരവസ്ഥ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു ഭീതി സാറൊന്ന് ആലോചിച്ചേക്കല്ലേ? അതെ, അത് പക്ഷേ സുനിത വില്യംസ് എപ്പോഴും ചിരിയായിരുന്നു. അതിനകത്ത് കയറിയത് മുതൽ സമുദ്രത്തിൽ വന്ന് വീഴുന്നത് വരെ ചിരിയായി മാത്രമേ എനിക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ഒരതിരും കാണാൻ കഴിയുന്നില്ല. ഭൂമിയിൽ കാലെടുത്ത് വയ്ക്കുമ്പോഴാണ് അതിരുകളും മതിലുകളും ഒക്കെ വരുന്നതെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ആ തരത്തിലൊരു നീല നിറത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഗോളമായിട്ടാണ് അവർ ഭൂമിയെ കണ്ടത്. ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് ഇന്ത്യക്ക് വേണ്ടി ബഹിരാകാശത്തിൽ പോയ രാകേഷ് ശർമ്മ, സോവിയറ്റ് യൂണിയൻ്റെ കോസ്മോനോട്ടായിട്ട് പോയത്. അദ്ദേഹം അന്ന് പറഞ്ഞ വാക്യം നമ്മളെല്ലാം ആവർത്തിച്ചതാണ്. അതിൽ നമ്മൾ രോമാഞ്ചം കൊണ്ടതുമാണ്. എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് പ്രധാനമന്ത്രി ചോദിച്ചപ്പോൾ സാരേ ജഹാംസെ അച്ഛ ഹിന്ദുസ്ഥാൻ ഹമാര എന്നാണ് പറഞ്ഞത്.
അവിടെ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഭൂപ്രദേശമായിട്ട് കാണുന്നത് നമ്മുടെ ഇന്ത്യ. പലവട്ടം ഇന്ത്യക്ക് മുകളിൽ കൂടി ഇവർ പോകുമല്ലോ, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിമാനം ഒന്ന് അല്പം വൈകിയാൽ എത്രമാത്രം ടെൻഷനാണ് നമുക്ക് വരുന്നത്. ഇത് ഈ വനിത 400 ദിവസമാണ് ബഹിരാകാശത്ത് കാത്തു കെട്ടിക്കിടന്നത്. ഈ ദുര്യോഗങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് സന്തോഷമായിട്ട് സമർപ്പണ ബുദ്ധിയോട് അത് ഏറ്റെടുത്തുകൊണ്ട്. അപ്പോൾ ആ സ്ത്രീയുടെ സമർപ്പണ ബുദ്ധിയുടെ കൂടി ഒരടയാളമാണ്, കൊടിയടയാളമാണ് അവരുടെ യാത്രയിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇപ്പോൾ പറയുന്നത് 45 ദിവസം അവർക്ക് ചികിത്സ നൽകിയാൽ മാത്രമേ നോർമലാവുകയുള്ളൂ, ഈ നേരത്തെ പറഞ്ഞ പ്രതിഭാസങ്ങൾ കാരണം. പക്ഷേ ഇപ്പോൾ പറയുന്നത് നമ്മൾക്കൊരു മിസ്റ്റേക്ക് വരുന്നത് 400 ദിവസമല്ല, 279 മാസത്തോളം അല്ലേ വരുന്നത്. അപ്പം 270 ദിവസത്തോളമാണ്. 280 അല്ല, അങ്ങനെയല്ല വരുന്നത്. ഒരു വർഷത്തിൽ കൂടുതലുണ്ട്, ഒരു വർഷത്തിൽ കൂടുതലുള്ള സമയമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ആയിക്കോട്ടെ. ഇത്ര നാൾ ഒരു ദിവസം പോലും കഴിയുക എന്ന് പറയുന്നത് വളരെ റിസ്ക് ഉള്ള ഒരു സ്ഥലത്ത് ഇത്രയും നാൾ വരെ കഴിഞ്ഞു എന്നുള്ളതാണ്. വർഷങ്ങൾ, ആഴ്ചകളോളം, മാസങ്ങളോളം എന്തായാലും കഴിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അന്നത്തെ ദിനകൃത്യങ്ങളൊക്കെ നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഒരു ഇക്കോ സിസ്റ്റത്തിൽ, ബാക്ടീരിയ ഇല്ലാത്ത ഇക്കോ സിസ്റ്റം എന്നുള്ള ആശ്വാസമാണ്. ഇത്രയും ബാക്ടീരിയ എന്തായാലും ഉണ്ടാവില്ല. ഇവർ കൊണ്ടുപോയിട്ടുള്ള ബാക്ടീരിയ മാത്രമേ ആ സ്പേസിലുണ്ടാവും. കാരണം ആ സ്പേസിൽ ബാക്ടീരിയകൾക്ക് നിലനിൽക്കാൻ കഴിയില്ലാത്ത ഒരു സ്ഥലമാണ് എന്നാണ് നമ്മുടെ ശാസ്ത്രം പറയുന്നത്. എന്തായാലും ഇത് വലിയൊരു അത്ഭുതം തന്നെയാണ്. പേടകത്തിൽ മുഴുവൻ ചിരിയാണെന്ന് പറഞ്ഞത് ക്രൂ ഡ്രാഗൻ എൻ്റെ കമാൻഡറായിട്ടുള്ള നിക്ക് ഹോൾ എന്ന് പറയുന്നതാണ്. നിക്ക് ഹോൾ എന്നുള്ള ആൾ തന്നെയാണ് പറഞ്ഞത്. 4 പേരുണ്ടായിരുന്നു. നമ്മൾ 2 പേരുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ എങ്കിലും 4 പേര് ഇതിനോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ഒരു സഹന സമരം തന്നെയാണ് അവർ നടത്തിയത്. ഇതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഗവേഷണങ്ങളും അവിടെ നടത്തുന്നുണ്ടായിരുന്നു. നടത്തിയിട്ടുണ്ട്. അതിൻ്റെ വിലപ്പെട്ട പാഠങ്ങൾ ഇനി പോകുന്നവർക്ക് കനത്ത സംഭാവനകളാണ് എന്നുള്ള കാര്യത്തിൽ ഇന്ത്യൻ സ്പേസ് സ്റ്റേഷൻ ഉടനെ അതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് അടുത്തതും നമുക്ക് അഭിമാനിക്കാൻ അടുത്ത ഒരു 10 വർഷത്തിനകം ഇന്ത്യയുടെ ഒരു സ്പേസ് സ്റ്റേഷൻ അവിടെ ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിങ്ങനെ ആയിരിക്കത്തില്ല, അതിന് നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം കൂടി ഉണ്ടായിരിക്കുന്നത് കൊണ്ട് ഇതിനേക്കാൾ വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും അതെന്നാണ് ഞാൻ കരുതുന്നത്. ഏതായാലും സുനിത വില്യംസ് ഇന്ത്യൻ വംശജ എന്നുള്ള രീതിയിൽ ചരിത്രത്താളുകളിൽ എഴുതുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെടും. ഇന്ത്യയുടെ അഭിമാനം. താമസിയാതെ അവർ ഇന്ത്യയിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. നേരിട്ട് കാണും. നമ്മുടെ എല്ലാം അഭിമാനമായിട്ട് കുംഭമേളയുടെ പിക്ചറൊക്കെ അയച്ചു കൊടുക്കണമെന്നാണ്. അതെ അതെ, വനിതകളുടെ അഭിമാനമായിട്ട്, ലോകത്തിൻ്റെ അഭിമാന ചിഹ്നമായിട്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ അഭിമാന ചിഹ്നമായിട്ട് അവരെന്നിട്ട് അവസാനമായിട്ട് ഒന്നുകൂടെ പറഞ്ഞു നിർത്താം. ഗണപതിയുടെ ഒരു വിഗ്രഹം കൂടി അവർ കൊണ്ടുപോയതിന് കുറേ ഇന്ത്യക്കാർക്ക് അതിൽ വലിയ മാനനഷ്ടം നേരിട്ടതുപോലെയാണ് ഭ്രാന്തമായിട്ട് അവർ. മാത്രമല്ല ഇന്ത്യൻ സ്ത്രീകൾ എപ്പോഴും നോക്കേണ്ടുന്നത് ഇത്തരത്തിലുള്ള പ്രഥമ വനിതകളുടെ ജീവിത രീതി തന്നെയാണ്. കാരണം നമ്മൾ സ്ത്രീധനത്തിന്റെ പേരിലും ഭർത്താവിന്റെ വീട്ടിൽ ചെറിയ ചെറിയ വാക്കുകളുടെ പേരിലും ഒക്കെ അടിപിടി കൂടി അവിടെ കിടക്കുമ്പോൾ ഒരു സ്ത്രീയുടെ കഴിവുകളും അവളുടെ കരിയറും ഒക്കെ സ്വാഭാവികമായിട്ട് ഒരു വീട്ടിൽ അടച്ചെടുക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും സുനിത വില്യംസിനെ പോലുള്ള വനിതകളെ നോക്കി നമ്മുടെ ഇന്ത്യൻ സ്ത്രീകൾ മുൻപോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നത്. അതെ, സുനിത വില്യംസ് പറഞ്ഞത് തന്നെ, ഭൂമിയിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിരുകളില്ല. അങ്ങനെ അതിരുകളില്ലാത്ത കഴിവുകളുള്ള ഒന്നാണ് സ്ത്രീ എന്നുള്ളതാണ് സ്വത്വം. സ്ത്രീയുടെ സ്വത്വം എന്നുള്ള ഒരു അടയാളവാക്യമാണ് ഇതിൻ്റെ ഒരു അവസാനം എന്നെനിക്ക് തോന്നുന്നു.